മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ദൃശ്യം 3ൻ്റെ സ്പോയിലർ ആയിട്ടുള്ള ഒരു ഒപ്പീനിയനാണ് ഈ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ഒരു വീഡിയോ തുടർന്ന് കാണേണ്ടത്. ദൃശ്യം 3ൻ്റെ സ്പോയിലർ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സിനിമ കണ്ടവർ മാത്രം ഇത് ക്ലിക്ക് ചെയ്യുക. സിനിമ കണ്ടവർ മാത്രം. ഓക്കെ, സ്പോയിലർ ഡെഫിനറ്റ്ലി ഉണ്ട്. സ്പോയിലർ പറഞ്ഞാൽ മാത്രമേ ദ ഹോൾ വീഡിയോ മേക്ക് സെൻസ്. അതുകൊണ്ട് സ്പോയിലർ 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 കട്ട സ്പോയിലർ. ശരി, ദൃശ്യം 3 എന്ന സിനിമ നമ്മുടെ ജിത്തു ജോസഫാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്, റൈറ്റ് ചെയ്തിരിക്കുന്നത്. അഭിനയിച്ചിരിക്കുന്നവർ കഴിഞ്ഞ പോയ ദൃശ്യം സിനിമകളിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇതിലും ഉള്ളത്. സിനിമ എനിക്ക് ഭയാനകമായി വർക്കായില്ല. അല്ലെങ്കിൽ എനിക്ക് ഒരു ആവറേജ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പടം എന്നുള്ള രീതിയിലല്ലാതെ എനിക്ക് യാതൊരു രീതിയിലുള്ളൊരു ഹൈ മൂമെൻറ്റ് തരാത്ത ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഈ സിനിമ പേഴ്സണലി ഫീൽ ചെയ്തത്. അതിൻ്റെ റീസൺസ് ഇപ്പം ആദ്യം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ പറയാം. ഇപ്പം ഈ സിനിമ 100 കോടി ക്ലബിലോട്ട് കയറി, വെരി ഗുഡ്, ആയിക്കോട്ടെ. പിന്നെ ഒരുപാട് പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടു, അവർക്ക് ഭയങ്കരമായിട്ട് ത്രില്ലായി, അവർ കാണാത്തയും പ്രതീക്ഷിക്കാത്തയും സാധനം അവർ കണ്ടതിൻ്റെ ഒരു വലിയ ഒരു ഹൈയിലാണ്. വെരി ഗുഡ്, ദാറ്റ്സ് ദ ഹോൾ പോയിൻ്റ് ഓഫ് എ സിനിമ. എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് തോന്നണമെന്ന് എപ്പോഴും ഇല്ല. അങ്ങനെയാണെങ്കിൽ മറ്റേ മുകേഷും ലാലട്ടനും പറയണമല്ല, ഞാൻ നിൻ്റെ ഒക്കെ മനസാക്ഷിപ്പ് സൂക്ഷിപ്പുകാരനാണോടെ എന്ന് ചോദിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? എല്ലാ മനുഷ്യരും ഡിഫറൻ്റ് ആണ്. എവരിബഡി ഈസ് ഡിഫറെൻറ്റ്. ആൻഡ് ഓൾസോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സിനിമയോ നോവലോ അല്ലെങ്കിൽ യാതൊരു രീതിയിലുള്ളൊരു ആർട്ട് ഫോമോ നമുക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫോണ് ഇതിൻ്റെ അകത്തുള്ള സ്പെസിഫിക്കേഷൻസ്, ഡിസ്പ്ലേ, ഇതൊക്കെ ഏതൊരാൾ യൂസ് ചെയ്യുമ്പോഴും ഒരേ ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിത് ചെയ്യുമ്പോൾ ഇതിനൊരു പ്രത്യേക തരമായിട്ടുള്ള വേറൊരു പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് പല യൂസ് സിനാരിയോസ് ഉണ്ടാവും, ബട്ട് ഇതിൻ്റെ അകത്ത് എന്തിനാണ് വെച്ചേക്കുന്നത് അതിനുള്ള സാധനമേ ഈ സാധനം നിങ്ങൾക്ക് തരത്തുള്ളൂ. പക്കയായിട്ടൊരു റിവ്യൂ നമുക്കതിനെ പറയാം. ബട്ട് ഒരു സിനിമയോ ആർട്ടെന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ സബ്ജക്റ്റീവ് മാറ്റർ ആൻഡ് ഇറ്റ് ഡസൻ. നമ്മളെല്ലാവരും ഒരേ പേജിൽ നിൽക്കണമെന്ന് യാതൊരു താല്പര്യവും അതിന് ഇല്ല. രണ്ടാമത്തെ കാര്യം, 100 കോടി ക്ലബ്ബിൽ കയറിയത്. ലാലേട്ടൻ ഇസ് എ ഹ്യൂജ് ബ്രാൻഡ്, ഒന്നാമത്തെ കാര്യം. ജസ്റ്റ് ലൈക്ക് വിജയ്. ഇപ്പോൾ വിജയുടെ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ ഒരുപാട് കളക്ട് ചെയ്ത പടമാണ്. നിങ്ങൾ ആരെങ്കിലും കിടിലൻ പടമെന്ന് എഗ്രി ചെയ്യുമോ? എൻ്റെ കൂടെ ചെയ്യുമോ? ഇപ്പോൾ കുറേ എണ്ണത്തിന് കുരു വിട്ടു. വിജയിനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തുടങ്ങും കുറേ എണ്ണത്തിന്. വിജയ് ഈസ് എ എന്താ പറയുക, ആ ഒരു ബ്രാൻഡ് വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആപ്പിളൊക്കെ പോലെയാണ്. ആപ്പിളിൻ്റെ ഫോൺ അതുപോലെയാണ്. അതേപോലെയാണ് ലാലേട്ടൻ എന്ന ബ്രാൻഡ് വിത്ത് ഫ്രാഞ്ചൈസീസ് ദൃശ്യം. ഇറ്റ് ഈസ് സപ്പോസ് ടു കളക്ട് മാൻ. എവിഡൻ്റ്ലി എമ്പുരാൻ സിനിമ ഇറങ്ങി, കോടികളാണ് വാരിയത്. എത്ര പേർക്ക് ആ പടം ഇഷ്ടപ്പെട്ട്? എനിക്കതൊരു ഓക്കെ പടമായിട്ടാണ് എനിക്ക് അതും ഫീൽ ചെയ്തത്. ദർ ഇസ് ഗുഡ് എലമെൻറ്റ്സ് ഇൻ ദാറ്റ് മൂവി, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ വിചാരിച്ചൊരു ഹൈ നമുക്കൊരിക്കലും ആ പടത്തിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതേപോലെയാണ് എനിക്ക് ഈ പടവും. ഫസ്റ്റും സെക്കൻഡും, ദൃശ്യം 1ഉം ദൃശ്യം 2ഉം ലോജിക്കലായിട്ടുള്ള സാധനങ്ങൾ ഇറേഴ്സ് ഉണ്ടെങ്കിൽ പോലും എവിഡൻ്റ്ലി നമുക്കത് തരാത്ത 2 ഫ്രാഞ്ചൈസി ആയിട്ടാണ് എനിക്ക് ആ 2 ഫിലിമും തോന്നിയത്. പ്രശ്നങ്ങളുണ്ട് ആ പടത്തിൽ. നമ്മൾ ലോജിക്കലി നോക്കുകയാണ്, ഭയങ്കര ലോജിക്ക് നോക്കുകയാണ്. പക്ഷേ നമ്മളാ പടം കണ്ടിറങ്ങുന്ന സമയത്ത് നമുക്കൊരിക്കലും ആ ലോജിക്ക് നമ്മുടെ തലയിലോട്ട് വരില്ല. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തെങ്കിലും നമുക്കത് വരില്ല. ദൃശ്യം 1ൽ ഇറ്റ് വാസ് പെർഫെക്റ്റ്. സെക്കൻഡ് ഹാഫ് ഇസ് ലൈക്ക് സീറ്റഡ് ത്രില്ലർ. അതായത് എങ്ങനെ ഇതിനെ സോൾവ് ചെയ്യും, ആൻഡ് ദ വേ ഹീ ക്രിയേറ്റ്സ് ഒരു ഫുൾ ഡേ ഫ്രം നോവെയർ. അതൊക്കെ എന്ത് രസമായിരുന്നടാ, അതൊക്കെ തിയേറ്ററിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ ആണ്. ആഫ്റ്റർ ദാറ്റ് ആ ക്ലൈമാക്സും കൂടെ ആകുമ്പോൾ നമ്മളിങ്ങനെ ചാർജ് ചെയ്താണ് ഇറങ്ങുന്നത്. എനിക്ക് ഇന്നും ഓർമ്മയാണ്, ഞാൻ ദൃശ്യം തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഞാൻ ഇങ്ങനെ വേർപ്പ് വിട്ടായിരുന്നു. ഇതിനെ പറ്റി ആയിരത്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട്. ദാറ്റ് വാസ് ദൃശ്യം 1 ഫോർ മീ. ദൃശ്യം 2 OTTയിലാണ് ഇറങ്ങിയത്. ദാറ്റ് വാസ് ഓൾസോ ഗുഡ്. എഗെയിൻ അതിൻ്റെ ഫൈനൽ ആക്ട് വരുന്നത് വരെ ഒരു തിരി സ്ലോ പേസാണ്, ബട്ട് ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ആ ലാസ്റ്റ് ഈ പറയുന്ന റൈറ്റർ വന്ന് പറയുന്ന സാധനം നമുക്ക് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു ഹൈ ഉണ്ട്. അതും ഞാൻ പുള്ളി
ജോർജ് കുട്ടി എന്ന് പറഞ്ഞൊരു വ്യക്തി ഒരിക്കലും ഒരാളെ അടിക്കാറ് പോലുമില്ല. അതായത് ഒരുത്തിനെ പോയി കയ്യാങ്കളി വെച്ചിട്ടല്ല പുള്ളി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഹീ കംസ് ഫ്രം ലൈക്ക് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ ഒരു കയ്യും കെട്ടി നിന്നിട്ട് പുള്ളിയുടെ പരിപാടി ചെയ്ത് ഒരു കയ്യടി മേടിക്കുന്ന ഒരു പരിപാടി. ദാറ്റ്സ് സോ ഫ്രിക്കിംഗ് ഗുഡ് മാൻ. സെക്കൻഡ് പാർട്ടിലേക്ക് ഒരുപാട് പേര് ഇതിൽ വന്നപ്പോൾ എന്താണ് ക്യാരക്ടർ ആർക്കെന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമയുടെ വൺ ഓഫ് ദ മെയിൻ ഫാക്ടർ സിദ്ദീഖ് വില്ലനായത്. എനിക്ക് അതിൻ്റെ റീസൺ ഇതാണോ? ഒരു പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു തന്നെയാണ്, അത് നിങ്ങൾ ആലോചിക്കണം, മോൻ മരിച്ചുപോയി, ഭാര്യയുടെ കൂടെ നിന്നില്ല, അതിൻ്റെ മോൻ മരിച്ചു പോകുമ്പോൾ തന്നെ ഒരുതിന് വില്ലനായി കൂടെ. സ്വന്തം മോനല്ലേ മരിച്ചത്, അല്ലാതെ കണ്ടവൻ്റെ മോനല്ലല്ലോ. അതുവരെ ഇല്ലാത്ത എന്ത് തേങ്ങയാണ് അവൻ്റെ മോൻ്റെ എല്ല് കൊണ്ട് കൈ കൊടുത്തപ്പോൾ പോലും ഇല്ലാത്ത എന്ത് പകയാണ് ഭാര്യയുടെ ഡിപ്രഷൻ കണ്ടപ്പം പ്രഭാകരൻ പിള്ളയ്ക്ക് വന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ എനിക്ക് ശരിക്കും നിങ്ങളെ മനസ്സിലാവുന്നില്ല. പുള്ളി സെക്കൻഡ് പാർട്ടി പറഞ്ഞാണ് മുരളി ഗോപി, നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന മനുഷ്യന്മാരുണ്ടെങ്കിൽ ലോകം എന്ത് നന്നായിരുന്നു. അതായത് അതിൻ്റെ ദേ കിടക്കണം. മൂന്നാമത്തെ പാർട്ടിൽ അണ്ണൻ വില്ലനായിട്ട് വന്നേക്കണം ജോസ് പ്രകാശ്, മുതലക്കുട്ടികൾ. അത് കൂട്ടുപിടിച്ചാര് സഹദേവൻ്റെ ആ ഒരു ഇൻ്റർവെൽ പഞ്ച് കൈൻഡ് ഓഫ് ഗിവ് മി എ ഹോപ്പ്. സഹദേവൻ വന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും. സഹദേവൻ എന്തിനാണെന്നറിയാൻ വന്നത്, പുറകെ പോയിട്ട് പുള്ളിയുടെ വീട്ടിൻ്റെ മറ്റേ കുഴി എടുക്കാനായിട്ട് സഹായിക്കാൻ. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, സെക്കൻഡ് പാർട്ടിൽ പുള്ളിയുടെ വീടും മറ്റേ പരിസരമൊക്കെ മൊത്തം CCTV വെച്ചുകൊണ്ടിരുന്ന പുള്ളി വീട്ടിൻ്റെ ഇപ്പോഴും പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളി കോൺസ്റ്റൻ്റ് ആയിട്ട് ഈ സിനിമയല്ലേ 3 തന്നെ പറയുന്നുണ്ട്, പുള്ളി കോൺസ്റ്റൻ്റ് ആയിട്ട് ആരോ പുള്ളിയുടെ പുറകെ ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഒരു CCTV ലോകം ഉണ്ടായിക്കൂടെ ആ വീട്ടിൻ്റെ മൊത്തം? ഈ പറയുന്ന റെനോവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന സിനിമയെ കാണിക്കുന്നുണ്ട്. CCTV എവിടെ? ഒരെണ്ണം പറമ്പിലോട്ട് വെക്കൂ. ഷാജോണല്ലേ, ഷാജോൻ്റെ അപ്പൂപ്പനെ വരെ കാണാം അതിൽ. അത് പോയി. പിന്നെ അഗെയിൻ ദ CCTV തിങ്. നമ്മൾ അങ്ങനത്തെ ഒരു യുഗത്തിലല്ലേ ജീവിക്കുന്നത്? ഇത് 90s 80s ഒന്നും അല്ലല്ലോ ഇവർ ഇങ്ങനെ പിക്ചറൈസ് ചെയ്തേക്കുന്ന പ്രസൻറ്റ് യൂണിവേഴ്സിലല്ലേ. എന്താ തൊടുപുഴയിൽ കല്യാൺ ജ്വല്ലേഴ്സ് മാത്രമല്ല, തൊടുപുഴയിൽ CCTV ഇല്ലേ റോഡിലൊന്നും? ഈ ഫൈനൽ ആക്ടിലൊരു മാസ്റ്റർ പ്ലാനുണ്ട് സിദ്ദീഖിൻ്റെ. എൻ്റെ പൊന്നോ, അത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഒന്ന് അത് ഏതാണ് അതിൽ നടന്നതെന്ന് എനിക്ക് ഇന്നും ഒരു സംശയമുണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? സിദ്ദീഖ് പറയുന്നൊരു സാധനമുണ്ട്, ഇങ്ങനെ ഏതോ അവറാച്ചനെ ഏതോ ഒരുത്തനെ ഇയാൾ പർച്ചേസ് ചെയ്തേക്കുക. അവൻ്റെ സോള് സിദ്ദീഖിനെ കൊടുത്തേക്കുക. വീട്ടുകാർക്കൊന്നും അവന് യാതൊരു ഇതുമില്ല, എന്തെങ്കിലും ചെയ്തിട്ട് പോട്ടെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരെ വീട്ടുകാർ, അച്ഛനും അമ്മയ്ക്കൊക്കെ. മോനെ മറ്റേ പെണ്ണിനെ കുടുക്കിയിട്ട്, അതായത് അവളെ ഫ്രെയിം ചെയ്യും, കയ്യിൽ മറ്റേ ചോരയൊക്കെ ഇട്ട് ഒരു കത്തിയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്ത് യവന് രാമേശ്വരം വഴി ടിനീഷ്യയിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഈ ബോഡി കിട്ടാത്തോളം ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രൂഫ് വേണം. മനസ്സിലായില്ലേ? ഈ ജോർജ് കുട്ടിക്ക് ഒരു അലൈബ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. അയാളെ വീട്ടിൽ ഇരിക്കുകയായിരുന്നു പാവപ്പെട്ടവൻ. അയാളെ മോളെ ഫോണിൽ കൂടെ ഷാജോൻ വിളിച്ച് ഇങ്ങനെ ടവർ ലൊക്കേഷൻ അവിടെ കിട്ടും, ഇങ്ങനെ എവിടെയായിരുന്നെന്ന്. ഇങ്ങനെ പിടച്ച് വരണ വഴി മൊത്തം CCTV കാണും. ആ വഴി ഇവർക്ക് ഫുട്ടേജ് വെച്ചിട്ട് നോക്കാം ഇങ്ങേരും ഇവിടെ ഇന്ന സമയത്താണ് എത്തിയെന്ന്. സോ ഈ പ്രശ്നം നടക്കുന്ന സ്ഥലത്ത് ഇയാളില്ല. പിന്നെ ഇയാളെ മോളാണ് ചെയ്തത് എന്നുള്ള വരുത്തിച്ച് വെക്കാനാണെങ്കിലും അവിടെ മൊണ്ണന്മാരുടെ അത് ഏത് കോട്ടേജാടെ അത്? ഏത് കോട്ടേജാണിത്? ആ പെണ്ണിനെ കൊടുക്കാനാണ് ഇവർ ശ്രമിക്കണമെങ്കിൽ അതൊക്കെ എങ്ങനെ പൊളിക്കാം? ഈ ബോഡിയിൽ നിന്ന് പറഞ്ഞൊരു സാധനം കിട്ടണ്ടേ? ഈ പെണ്ണ് എന്തിന് വാരി വീശി വെച്ചിട്ട് എവിടെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന്? ഈ പെണ്ണിന് മറ്റേ സൈക്കോളജിക്കൽ ഡിസോർഡർ കാരണം ആ പെണ്ണ് അങ്ങനെ ചെയ്തെന്നാണ്. എന്നാലും ബോഡി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണം. ഈ അരിവേര അവൻ്റെ പേരും എനിക്ക് വായി പറഞ്ഞില്ല. അതായത് ആ ലൊക്കാലിറ്റിയിൽ എവനെ വെട്ടിയിട്ട് അവൻ എവിടെയെങ്കിലും ഓടണ്ടേ? പിന്നെ ഷാജോൻ പറയണ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇയാളെ തട്ടിയിട്ട് പോയിട്ട് കുഴിയെടുത്ത് അവൻ്റെ വീട്ടിൽ പറമ്പിൽ. അതിനൊക്കെ പോസ്റ്റ്മോർട്ടം എന്നൊരു സാധനം ഇല്ലേടേ, ഫോറൻസിക് പോസ്റ്റ്മോർട്ടം. അത് മുരളി ഗോപി പറയണുണ്ട്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുടുങ്ങുമെന്ന്. ഫൈൻ, മുരളി ഗോപിയുടെ കേസ് ഞാൻ പിന്നെ പറയാം. മുരളി ഗോപി മറ്റേ ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞ് നടന്ന മനുഷ്യനാണ്. ഈ ഫ്രോഡ് പരിപാടിക്ക് കൂട്ട് നിൽക്കാൻ അങ്ങേരെ വന്ന് കരഞ്ഞു കാണിച്ചാൽ തീരുന്ന ഇതേ ഉള്ളോ മുരളി ഗോപിയുടെ ക്യാരക്ടറിന്? ഞാൻ അതാണ് പറഞ്ഞത്, സെക്കൻഡ് പാർട്ട് എന്ത് രസമായിട്ടാണ് വെച്ചേക്കണതെന്ന് ഞാൻ ഈ പറയണതിൻ്റെ കാരണം അതാണ്. ഇത്രയും സാധനങ്ങൾ എവിഡൻ്റലി നമ്മൾ ഫ്രണ്ടിലോട്ട് ഇട്ട് തരുക. അത് കഴിഞ്ഞിട്ടൊരു ഷാജോനുണ്ട്, ഷാജോൻ വന്ന് നാട്ടുകാരെയൊക്കെ കുത്തിനൊടിക്കുക. അങ്ങേര് പോലീസ് ഓഫീസർ പോലും അല്ല, ഇയാളെ കുത്തിനൊടിക്കുക എല്ലാവരും.
എന്നിട്ട് ഇവരൊക്കെ ജോർജ് കുട്ടി വിളിക്കണം. ജോർജ് കുട്ടി ആരുടെ? IG-യോ? ജോർജ് കുട്ടിയെ വിളിക്കാൻ പോലീസിനെ വിളി. ഈ പറയുന്ന സൈക്കോളജിസ്റ്റിൻ്റെ വീട്ടിൻ്റെ അവിടെ അത്രയും കിടിലം വീട് വെച്ചിരിക്കണം. അവരുടെ വീട്ടിൽ എന്തായാലും CCTV ഫുട്ടേജ് കാണും. ഈ മൊണ്ണം വന്നിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്, എന്നെ തട്ടിക്കളയുമെന്നൊക്കെ പറയണതിൻ്റെ ഇത് അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച് അകത്തിടും. അപ്പം അവർ പറയൂല. വേറൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഇത് കൊടുക്കുന്നു, ആ കൊച്ച് ഒരു ഇത് കൊടുക്കുന്നു. ഇവരെ വിളിച്ചിട്ട് ചോദിക്കണം നിൻ്റെ ഉദ്ദേശം എന്തിനാണെന്ന്. ഏത് IG-യും മറ്റേ പോലീസും കൂടെ അങ്ങനെയാണ് ചെയ്യാനുള്ളത്. അവ ആരാ അവനെ പിടിച്ച് അകത്തിടണ്ടേ? ഇങ്ങനെയാണ് അവിടെ നമ്മുടെ നാട്ടിലെ ഒരാൾ എന്നെ വീട്ടിൽ കയറി തട്ടാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിളായിട്ടാണ് ഒരു പോലീസ് ഇത്ര ലാഘവത്തോടെയാണ് കാര്യങ്ങളൊക്കെ നോക്കണത്. അതെനിക്ക് മനസ്സിലാവാത്ത. എന്നിട്ട് പിന്നെ ഒരു ബക്കറ്റ് സ്റ്റാർ ഉണ്ട്. അയ്യോ പാവോടെ, എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാവണില്ല. 2 സീൻ ഞാനൊന്ന് ചിരിക്കുകയായിരുന്നു. ആ സീനൊക്കെ 2 സീനിൽ ബക്കറ്റും കൊണ്ടുവരും. എന്തിന്? നീല ബക്കറ്റും ചുമന്ന ബക്കറ്റും. അതൊക്കെ എനിക്ക് ചിരി വന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ ഒരു പടം, ഒരു ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു കോമഡി കാണുമ്പോൾ എങ്ങനെയാണ് ചിരിക്കാതിരിക്കണേ? പിന്നെ അവിടെ ലോകത്തുള്ള എല്ലാ ബ്രോക്കർമാരെയും സിദ്ദീഖ് വാങ്ങിച്ച് വീശ വെച്ചേക്കാണ്. എടേ ഇതൊക്കെ കാണുമ്പം വാട്ട് യു ഗൈസ് എക്സ്പെക്ട്? എനിക്ക് പറ്റൂല ഇതൊക്കെ കണ്ടിട്ട് കൈ അടിക്കാനും ഓ വാവ് ബ്രില്യൻറ്റ് എന്ന് പറയാനായിട്ട്. ക്ലൈമാക്സിൻ്റെ അവസാനം എനിക്ക് ഇതുവരെയായിട്ടൊന്നും മനസ്സിലായില്ല എന്താണ് നടന്നത്. പിന്നെ ഈ ലാലേട്ട് ആ കൊച്ചിനെടുത്ത് തലങ്ങും വിലങ്ങും കൊടുത്തിട്ട് അടിക്കണുണ്ട്. ഇവിടെ അവൻ ആണ് അവളെ ചെയ്തതെന്ന് പറയാൻ ഒരു മുറിവ് പോരെ, ഈ തലങ്ങും വിലങ്ങും കൊടുത്തിട്ട് ഇടിക്കണു. എനിക്കത് കണ്ടിട്ട് മറ്റേ ചോട്ടാ മുംബൈയിലെ ഡയലോഗാണ് വന്നത്, ഇവളെ ആരും തല്ലരുത്, ഇവളെ ഞാൻ ഒറ്റയ്ക്ക് തല്ലും എന്ന് പറയണ ലാലേട്ടൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഓർമ്മ വന്നത്. ബിക്കോസ് അത് ചെയ്യാനായിട്ട് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞത്, അങ്ങനെ ഒരു സാധനം ചെയ്യാനായിട്ട് അങ്ങനെ ഇറ്റ്സ് ഓൾ എ സെറ്റപ്പ് എന്ന് ഈസിലി യു ക്യാൻ പ്രൂവ്. മനസ്സിലായില്ലേ? അതാണ് ഞാൻ പറയണത്. അല്ലാതെ അതാണ് എന്നെ ഭയങ്കരമായിട്ട് ഡിറ്റാച്ച് ചെയ്ത്. എന്തിനാണ് അങ്ങനെ ചെയ്തത്? അത് ചെയ്യുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടണ്ടേ, മോളെ തല്ലുന്നതിൻ്റെ അങ്ങനെ ഒരു അവസ്ഥയിൽ വരണം. പോലീസ് വരണം, ഓക്കെ. ഈ ജോർജ് കുട്ടിക്ക് തന്നെ ഇയാൾ മറ്റേ വിളിച്ച് വീഡിയോ കോൾ ചെയ്യുമ്പോൾ തന്നെ പോലീസിനെ വിളിച്ചുകൂടെ? അല്ല, ഇയാളിപ്പോൾ ഇത്തിരി നിലയും വിലയും കാശും ഒക്കെ ഉള്ള മനുഷ്യനാണ്. അങ്ങേർക്ക് എല്ലാവർക്കും അറിയാം പോലീസുകാർ രണ്ട് ഇതുണ്ട്, നരേഷനുണ്ട്. ഒന്ന് ജോർജ് കുട്ടി ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരും, ജോർജ് കുട്ടിയെ മനഃപൂർവ്വം പോലീസ് സഹദേവനും കൂടെ ഫ്രെയിം ചെയ്യുന്നു എന്നുള്ളൊരു നരേഷനും ഉണ്ട്. പോലീസുകാർക്കും അതറിയാം. ഇപ്പോൾ ജോർജ് കുട്ടി വിളിച്ചിട്ട് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞാലും അത് എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. അപ്പോൾ അതാണ് ഈ സാധനങ്ങൾ, അത് എസ്പെഷ്യലി ആ ക്ലൈമാക്സിൽ എന്താണെന്ന് പറഞ്ഞത്. പിന്നെ ഈ സഹദേവനെ കൊണ്ടുവന്നത് എനിക്ക് ഫീൽ ചെയ്തത്, ഫസ്റ്റ് പാർട്ടിൽ ലാലേട്ടൻ സഹദേവനെ എടുത്തിട്ട് തലങ്ങ് വിലങ്ങ് ഇടിക്കണുണ്ട്. അപ്പോൾ പിന്നെ ലാലേട്ടൻ അടിക്കണ്ടേ? അതാണല്ലോ അതിൻ്റെ ഒരു മുറ. അങ്ങനെ അടിക്കുന്ന ഒരു വ്യക്തിയാണോ ജോർജ് കുട്ടി എന്ന സാധാരണക്കാരൻ, 4ാം ക്ലാസ്സിൽ പാസ്സായ? അങ്ങനെ അടിക്കാനുള്ള ഹീറോയിസം കാണിക്കുന്നൊരു വ്യക്തിയാണോ? അതാണ് ഞാൻ പറഞ്ഞത്, പണ്ട് തന്നെ ഇങ്ങനെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ദൃശ്യത്തിലെ ജോർജ് കുട്ടിയാണ് എനിക്കിഷ്ടം. മനസ്സിലായില്ലേ? ഇത് ഏതോ ഇത് ജോർജ് കുട്ടി തന്നെ, പക്ഷേ പുള്ളി ഇങ്ങനെ ഫുൾ ടൈം ടെൻഷനും സ്ട്രെസ്സിലും ആളൊക്കെയാണ്. എന്താ അതാണ് പറഞ്ഞത്. ഈ 2 1ഉം 2ഉം എന്ത് രസമായിട്ടാണ് നിങ്ങൾ കൊണ്ട് നിർത്തിയത്. അതിന് ഇങ്ങനെ ഒരു തേർഡ് പാർട്ട് സാധനം എടുക്കേണ്ട ഒരു സാധനമാണ്. ഇപ്പം ഇതിൻ്റെ ഒരു മുട്ടം വിറ്റുണ്ട്, ഇതിൻ്റെ ഒരു ടൈലൻഡിലുണ്ട്. ഇതിൽ വിറ്റെന്താ? ജോർജ് കുട്ടി കീഴടങ്ങി 5 വർഷത്തേക്ക്. അതവിടെ തീർന്നില്ല. ഇടയെല്ലാം ഇത്രയും നാളും ചെയ്ത് വെച്ച ദൃശ്യവും ഇതൊക്കെ അതേ തീർന്നു. പുള്ളി ഓക്കെ അടിച്ച് 5 വർഷം എന്തിനോ വേണ്ടി ജയിലിൽ കിടക്കാൻ പോവുകയാണ്. വേറൊരു വിറ്റുണ്ടേ, IG അല്ലേ ഇങ്ങേര്, IGയോ DGPയോ എന്തോ ആയിക്കോട്ടെ, മുരളി ഗോപി, അങ്ങേരെ ഫ്രണ്ട് ചെയ്തിട്ടാണ് ലാലേട്ടൻ വരട്ടണത്. എൻ്റെ മോളെ തൊട്ട് അതിനെ ഞാൻ താട്ടേ കളയടാന്ന്. നമ്മളൊക്കെ ഒന്ന് പോയി ചെയ്യണം കേട്ടോ, പോലീസിൻ്റെ ഫ്രണ്ടിൽ പോയി എന്തൊന്ന് പറഞ്ഞു നോക്കണേ. രസമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് വേറൊരാളത്ത് എന്തെങ്കിലുമൊക്കെ വാഗ്ദാനം, ഇങ്ങനെ വാക്ക് തർക്കം വരുമ്പോഴേ നിന്നെ തട്ടുവാടാ എന്നൊന്ന് പറഞ്ഞാൽ മതി. ഒന്ന് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്ക്. സിനിമയുടെ ലോജിക്കിൽ ആരും ഒന്നും ചെയ്യില്ല. നിങ്ങളിപ്പോൾ ചുമ്മാ ചെയ്യും. ഏതെങ്കിലും പോലീസിൻ്റെ ഫ്രണ്ടിൽ വേറൊരുത്തന് നിങ്ങൾക്ക് പകമുള്ള ഒരുത്തിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ പോയി നിന്നിട്ട്
ഇനി ഞാൻ തട്ടും എന്നൊന്ന് പറയണ്ട, രസമാണ്. ചിലവർ പറയും മനുഷ്യത്വം, മനുഷ്യത്വം നമ്മൾക്ക് ചില സമയത്ത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടി നോക്കരുത്, മനുഷ്യത്വം വാങ്ങണമെന്ന്. അപ്പോൾ പിന്നെ ഒന്നും പറയാനില്ല, അത് വിട്. ഇതിൻ്റെ ഒരു ടൈലൻ്റ് ഉണ്ട്, ആശാശരത്തിന് മോള വേണമെന്ന്. ഏത് 4-ാം പാത്തിന്? എൻ്റെ പൊന്നെ, ഇനി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കണത്? ഇത് തുടരത്തില്ല, ലാലേട്ടനെ പോലെ ചാടി വന്ന് അടി കൊടുക്കണമെന്ന്? എന്നാ എന്തൊരു ജോർജ് കുട്ടിയാണത്, അടി കൊടുക്കാനുള്ള ജോർജ് കുട്ടിയാണെങ്കിൽ? ഞാൻ പറയാം, ആ സെക്കൻഡോടെ ഒരു നല്ല ഒരു കൺക്ലൂഷനായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ. ഇതിനെ ഒരു റീഓപ്പണിങ് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ഒരു സാധനം കൈ കിട്ടിയിട്ട് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഫസ്റ്റും സെക്കൻഡും എന്നൊക്കെ വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ചിലവരൊക്കെ ഇതിനെ സെക്കൻഡിനെയും കാട്ടിലും കിടില്ല ഈ പടമാണെന്നൊക്കെ പറയണോണ്ട് എനിക്ക് അതെന്താണെന്ന് മനസ്സിലാവണില്ല അതെങ്ങനെയാണെന്ന്. മറ്റേ ഞാൻ പറഞ്ഞു, ഒരാളുടെ ബോഡി എല്ല് മാറ്റുന്നതിൻ്റെയൊക്കെ ചെറിയൊരു ലോജിക്കൽ ഇററുണ്ട്, അതെങ്ങനെ ഇതെങ്ങനെയാണ്. പക്ഷേ നമ്മളത് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ തലയിലോട്ട് അത് വരില്ല. ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഓടിക്കൊണ്ട് കിടന്ന ഒരുപാട് ഇങ്ങനത്തെ ഇതെന്തിങ്ങനെ, ഇതിനെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്, ഇതെന്തിനാണ് അങ്ങനെ പേടിക്കുന്നത്. പിന്നെ സിനിമേനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ 1ലും 2ലും അധികമായിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ. ഇതിൽ അങ്ങനത്തെ ഒരു സാധനം പോലും ഇല്ല. ആകെയുള്ള ദൃശ്യം സിനിമ എടുത്തിട്ട് പുള്ളി 100 കോടി അടിച്ചു എന്നുള്ളൊരു സാധനം അല്ലാതെയും, മറ്റത് പുള്ളി സിനിമയുടെ ഒരു സാധനമൊക്കെ വെച്ചിട്ട് അതിനെ ലിങ്ക് ചെയ്തിട്ടാണ് പുള്ളി എസ്കേപ്പ് റൂട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇതിലങ്ങനെയൊന്നുമില്ല. ഇതിലാകെ ഉള്ളതെന്ന് പറഞ്ഞാൽ മോളെ എടുത്തിട്ട് അടിക്കണ ഒരു സാധനം. നമ്മളെ മറ്റേ ഒരുപാട് പടങ്ങളിൽ വന്ന ഡ്രീം എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ഈ മണിമുറ്റത്താവണി പന്തൽ, ആ പാട്ടൊക്കെ ഉള്ള. അതിൽ മീന ചെയ്യുന്നൊരു സാധനമുണ്ട് ഈ സുരേഷ് ഗോപിനെ പെടുത്താൻ വേണ്ടിയിട്ട്. അതേപോലെ ഒരു സാധനമാണ് അവർ ഇതിൽ ട്രൈ ചെയ്തേക്കണം. പക്ഷേ ആ കാലഘട്ടം വേറെ ഇടേ. ഇത് ഞാൻ പറയില്ലേ, സെക്യൂരിറ്റി ഒരുത്തനെ കൊന്നാണോ തല്ലി കൊന്നയാണോ അവനെ ബോധം കെടുത്തിയാണെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഈ മിസ്റ്റി അവിടുത്തെ ഉള്ളവർ യാതൊരു ബന്ധവുമില്ല കോട്ടേജിൽ എന്ത് നടന്നാലും. ഈ എന്ത് കോട്ടേജാടാ അത്, ഏത് കോട്ടേജ്? എനിക്കൊന്നും എൻ്റെ ദൈവത്തിനോർത്ത് ഇങ്ങനത്തെ കോട്ടേജിലൊന്നും പോയി ജീവിക്കല്ലേ. അവിടെ ഒരാളും ഒന്നും നോക്കൂലെന്ന്, മനസ്സിലായ? നിങ്ങളെ പ്രൈവസിക്ക് ഇമ്പോർട്ടൻ്റ് വന്നിട്ട് ഏവനെങ്കിലും അവിടെ കൊണ്ടുപോയി തട്ടിക്കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലെന്ന്. വാട്ട് ഹേ നൈസ് കോട്ടേജ്. പൊന്നോ, ഞാൻ ആലോചിക്കുകയാണ്, ഹണിമൂണിൽ പോയിട്ട് ഏതെങ്കിലും ഒരുത്ത് ഇതേപോലെ കാടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചാടി വന്നിട്ട് നമ്മളെ തട്ടി. എൻ്റെ പൊന്നു മോനെ, എന്തോന്ന് കോമഡി. അവിടെ നമുക്ക് വെച്ചുണ്ടാക്കാനെങ്കിലും ഒരുത്തനെ വെച്ചിട്ട് പോടെ. എനിക്കതാണ് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു തൊട്ടടുത്ത് നമുക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു വിളി അപ്പുറത്തൊരുത്തനെ വെച്ചവിടെ നിർത്തുക. അതിലാണ് അവർ സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. ആ റോഡിൻ്റെ ഫ്രണ്ടിൽ ഒരുത്തൻ, അവനെ മറ്റേ തട്ടിയ ബോധം കെടുത്തി, ഐ ഡോണ്ട് നോ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ എൻ്റെ മനസ്സിൽ ഇതേപോലത്തെ ചോദ്യങ്ങൾ വരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇതെന്തത്, ഇതിൻ്റെ ട്വിസ്റ്റ് ഉണ്ടാണെന്നും എനിക്ക് ഭയങ്കരമായിട്ടൊന്നും കിട്ടിയില്ല. അതാണ് ഞാൻ, ഇത് സ്ട്രിക്ട്ലി എൻ്റെ അഭിപ്രായമാണ്. അല്ലാതെ ഇവിടെ ആരെയും ഞാൻ ഒന്ന് കുറ്റപ്പെടുത്തുന്നു. ഇത് എനിക്ക് തോന്നി, ഞാൻ പറഞ്ഞിട്ട് എനിക്ക് തോന്നിയ കാര്യം എനിക്ക് പറഞ്ഞു വിടേ. അതിനല്ലേ ഞാൻ എൻ്റെ ചാനൽ തുറന്നു വെച്ചേക്കുന്നത്, എൻ്റെ കാര്യങ്ങൾ പറയാനല്ലേ. എല്ലാം നിങ്ങൾ മറ്റേ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്നൊന്നും എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. ഇപ്പോൾ ഒരുപാട് പേര് കോടിയുടെ കേസ് പറയുന്നത്. കറുപ്പ് സിനിമ 250 കോടിയായി. ഈ മലയാളികൾക്ക് ഏറെക്കുറെ മിക്കണതിന് ആ പടം ഇഷ്ടപ്പെട്ടതേ ഇല്ല. അതിൽ കുറേ എണ്ണം പറഞ്ഞാൽ ലോജിക്കില്ല എന്ന്. ഏത് ദൈവം ലോകത്ത് വന്നിട്ട് കേസ് വാദിക്കുന്നിടത്ത് ലോജിക്ക്. എടേ, അത് ഞാൻ ആ സിനിമ കണ്ടത് എങ്ങനെയാണെന്നറിയോ? സൂര്യ കിടില മാസ് പടം വിത്ത് ദൈവം എന്ന് പറയുന്നൊരു എലമെൻറ്റ് വരുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റിൽ നമുക്ക് എന്ത് തേങ്ങ എഴുതി വയ്ക്കാം. പ്രൊവൈഡഡ് ആ വിത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ആ ഒരു സ്ക്രീൻ പ്രസൻസും ഓറയും ഫൈറ്റ് സീക്വൻസും വെച്ച് പടം പൊലിപ്പിച്ചാൽ മതി. അങ്ങനെ ഒരു സെഗ്മെൻറ്റ് ഓഫ് സിനിമകൾ കണ്ടു വളർന്ന ഒരുത്തനാണ് ഞാൻ. ഐ അക്സെപ്റ്റ് ദാറ്റ്. എനിക്ക് ഒരുപാട് ഇങ്ങനത്തെ ഓവർ ദ ടോപ്പ് സിനിമകൾ ഇഷ്ടമാണ്. ഇപ്പോൾ ഡാക്കു മാരേജ് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്, ബാലയ്യയുടെ പടം. അതിലും ഇതേ സാധനങ്ങളൊക്കെ ഉള്ളൂ. ചോസൺ 1 അല്ലെങ്കിൽ മറ്റേ രക്ഷകൻ, എനിക്ക് അങ്ങനത്തെ ടെംപ്ലേറ്റ് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. തമിഴ്നാട്ടിൽ ഈ പറഞ്ഞ കറുപ്പ് ഹിറ്റായത് ഒന്നാമത്തെ കാര്യം അവർക്ക് ആ നാട്ടുകാർക്ക് വേണ്ടി ഇറങ്ങിയ പടമാണ്. നമ്മളെ നാട്ടുകാർക്ക് അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണമെന്ന് അവർക്ക് നല്ല നിർബന്ധമൊന്നുമില്ല. നമ്മളെ മലയാള പടം എല്ലാ പടവും അവിടെ ഹിറ്റാവണമെന്ന് നമുക്ക് വല്ല നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. സെയിം. അതുകൊണ്ട് കോടികളുടെ കേസൊന്നും ഇവിടെ ആരും പറയണ്ട. ലാലേട്ടൻ, നിങ്ങളൊന്നും രാജുവേ, ദൃശ്യം എന്ന് പറഞ്ഞൊരു ടാഗിലെ മാറ്റിയിട്ട് ലാലേട്ടൻ്റെ ഉള്ള എലമെൻറ്റ് വേണമെങ്കിൽ വെച്ചോ.
ഇതല്ലാത്തൊരു പടമായിട്ട് നിങ്ങൾ കൺമുന്നിൽ ഇടുകയാണ്, ഈ ട്വിസ്റ്റും ടേണൊക്കെ വെച്ചിട്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഈ പടം? ദൃശ്യം എന്നുള്ള പേരില്ലായിരുന്നെങ്കിൽ നിങ്ങൾ കൈയടിക്കുമോ? നിങ്ങളപ്പോൾ പോയിക്കൊണ്ട് വരില്ലേ? CCTV ഒന്നും ഇല്ല ഇടയിൽ ലോകത്ത് എന്ന് പറഞ്ഞ ചോദ്യം വരും ആദ്യം. ഇവിടെ നിങ്ങളാ ചോദിക്കൂല, ഇല്ലേ? അത്രേ ഉള്ളൂ. അതിനങ്ങനെ കണ്ടാൽ മതി. നിങ്ങൾക്ക് ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയുടെ 3-ാം ഭാഗം കൈയടിച്ച് പ്രോത്സാഹിച്ച് ഇഷ്ടപ്പെട്ട്, വെരി ഗുഡ് മാൻ, ഗുഡ് ഫോർ യു. എനിക്ക് വളരെ മിഡായിട്ടാണ് ഈ ഫിലിം തോന്നിയത്. ദൃശ്യം എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ തന്നെ ആലോചിക്കുക. ഇതിൻ്റെ വേറൊരു ലോജിക്ക് ഡയറക്ടർ പറയണതാണ്, 1, 2 വെച്ച് കമ്പയർ ചെയ്യില്ലെന്ന്. ഇതൊരുമാതിരി മാർവലിൻ്റെ ഡയറക്ടർ വന്നിട്ട് അയൺമാൻ 1, 2, 3-ാമത്തെ ഭാഗത്തിൽ അയൺമാൻ ഇല്ല. അയൺമാൻ മറ്റേ ക്ഷീണിച്ച് കിടക്കുകയാണ്. പുള്ളി ക്ഷീണിച്ച് കിടക്കുന്നത് കാണിച്ചു തരാനാണ് അയൺമാൻ 3. എങ്ങനെ ഇരിക്കും? നിങ്ങൾ പറ. നിങ്ങളെങ്ങനെ കൈയടിക്കും? ശരിയാണ്, അയൺമാൻ 3 ഡയറക്ടർ ഒന്ന് പറഞ്ഞേ, അയൺമാൻ 2ഉം 1ഉം പ്രതീക്ഷിക്കില്ലെന്ന് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഒരു ത്രില്ലർ സിനിമയുടെ, അതായത് 1ഉം 2ഉം ഞെട്ടിച്ചിട്ടുണ്ട്. 1ഉം 2ഉം വാസ് പീക്ക്. ചിലവർക്ക് 2 പീക്കല്ല, ഓക്കെ, ദാറ്റ് ഇസ് അപ് ടു യു. എനിക്ക് പീക്കായിരുന്നു. അപ്പം അതിൻ്റെ തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ടു സംഹൗ ഗിവ് us that സെയിം ഹൈ. പുള്ളിയുടെ ക്യാരക്ടറൈസേഷൻ കാണിക്കാനാണ് ലാലേട്ടൻ വാസ് ഫെൻറ്റാസ്റ്റിക്. അയ്യോ, അത് ഞാൻ എവിടെ എടുത്ത് പറയും. പുള്ളി ആ ഒരു ടെൻഷനും ആ പറയുന്ന സാധനം ഉണ്ടല്ലോ, എനിക്ക് ആരും എൻ്റെ പുറകെ കൺസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ സാധനമൊക്കെ ഇങ്ങനെ, അത് ചില സ്ഥലത്തൊക്കെ ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടിരിക്കുക, ആബ്സെൻറ്റ് മൈൻഡഡ് ആയിട്ടൊക്കെ ഒരു സാധനമൊക്കെ അതൊക്കെ എൻ്റെ മോനെ, അത് ആ മനുഷ്യൻ വേറെ ലെവലാണ് കേട്ടോ. എസ്പെഷ്യലി ആ മോളെ അടിക്കുന്ന സീന് വരെ പുള്ളി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ അടിക്കുന്നതിനൊക്കെ റീസൺ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത്രേ ഉള്ളൂ. ഈ സിനിമയിൽ നന്നായിട്ട് കിടിലുമായിട്ട് അഭിനയിച്ച ലാലേട്ടൻ. ഞാൻ സത്യം പറഞ്ഞാൽ ആ മനുഷ്യനെയാണ് സത്യം പറഞ്ഞാൽ, ആ മനുഷ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ സിനിമ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരുന്നു. മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദർ വിത്തൗട്ട് എനി ഡൗട്ട്സ്. അതൊന്നും പറയാനില്ല. മാൻ, ഐ ലവ് ഹിം. ഐ ജസ്റ്റ് ഹ്യൂജ് ഫാൻ. ഞാൻ എപ്പോഴും പറയും, മമ്മൂക്കാർ ലാലേട്ടൻ എന്ന് ചോദിച്ചാൽ ലാലേട്ടൻ, അതാണ്. വേറെ ഉത്തരവൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ പടത്തിൽ നിന്നും ഒരുപാടുണ്ട്. ഇതൊന്നും അതാണ് ഞാൻ പറഞ്ഞത്. ഈ രണ്ടാമത്തെ ഇത് വെച്ച് കമ്പയർ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയാൻ പറ്റൂല. ഒരു ത്രില്ലർ സിനിമയുടെ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ അതിൽ ത്രില്ല് വേണ്ടേ? എന്ത് ജോണറും ആയിക്കോട്ടെ, വാട്ട് എവർ യു ആർ ലൈക്ക് കമ്മിങ് വിത്ത് എ സീക്വൽ, ദാറ്റ് മീൻസ് യു ഹാവ് ടു ഹാവ്. ഏതൊരു പെൺകൊച്ചു അങ്ങനെ വേണ്ട എന്ന് ഏതൊരു റീല് ഞാൻ കണ്ട്. അങ്ങനെ ആരും പ്രതീക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സീക്വൽ എന്ന് പറയുമ്പോൾ അങ്ങനെ അതിൻ്റെ സെയിം ഹൈ തന്നെ. പിന്നെന്ത് സീക്വല്? നിങ്ങൾ മറ്റേ എന്തുമാത്രം ഇപ്പോൾ അവഞ്ചേഴ്സ് ഡൂംസ് ഡേ വരാൻ പോണു. നിങ്ങൾ അവഞ്ചേഴ്സ് പ്രതീക്ഷിച്ച് തന്നെയല്ലേ പോണത്, അല്ലാതെ വേറൊരു തണുത്ത പടമല്ലല്ലോ അല്ലേ? ഇവിടെ എത്രയോ അങ്ങനത്തെ സിനിമ. ഇപ്പോൾ വാഴ 2, നിങ്ങൾ വാഴ 1 കണ്ടിട്ട് ഒരുമാതിരി സെയിം ടെംപ്ലേറ്റാണ് വാഴ 2 കണ്ടിട്ടുണ്ടോ? ഡ്രഗും മറ്റതും മറിച്ചതും. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്നത് തന്നെ പോലീസ് സ്റ്റേഷൻ, ഇതിലും പോലീസ് സ്റ്റേഷൻ, പോലീസുകാരൻ. വാഴ 2 മറ്റേതുപോലെ തന്നെയല്ലേ? ആണേ. ഇനി വാഴ 3 ഇറങ്ങുമ്പം ഡയറക്ടർ ഒന്ന് പറയാണ്, വാഴ 1ഉം 2ഉം ഇല്ലേ, അതുപോലെ ഒന്നും പ്രതീക്ഷിക്കേണ്ട. ഇത് ചുമ്മാ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അവരെ വിഷമവും കരച്ചിലൊക്കെയാണ് മൊത്തം. ഇത് ട്രാജഡിയാണ്. ഇത് മൊത്തം ക്യാരക്ടർ ആർക്കാണ്, ഈ പെൺകുട്ടികളുടെ ക്യാരക്ടർ ആർക്ക് മാത്രമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നിങ്ങളത് ഓക്കെ അടിക്കൂ? എനിക്ക് അത്ര ചോദിക്കാനുള്ളൂ. അടിക്കൂ? ഞാൻ ഇതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ ചോദിക്കണത്. നിങ്ങൾക്ക് ഉത്തരം പറയാം. എൻ്റെ മനസ്സിൽ വന്ന സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് വന്ന ചോദ്യങ്ങളും കൺഫ്യൂഷനൊക്കെയാണ് എന്നെ ഈ സിനിമയെ എന്താ പറയുക അങ്ങോട്ട് സെറ്റാക്കാത്തത്. കല്യാണം ജ്വല്ലേഴ്സ് തൊടുപുഴയിലും എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് വയ്യ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ബഡ്ജറ്റ് ഞാൻ കേട്ടത് 20 കോടി രൂപ എന്നെന്തോണം ദൃശ്യം എടുക്കാൻ. അങ്ങനെ എന്തോണം ഞാൻ കേട്ടത്. ഇതൊക്കെ ചുമ്മാ ആയിരിക്കും, ഇപ്പം ഇത് കൂടുതലൊക്കെ ആയിരിക്കാം. പുള്ളിക്കാരന് ജാക്ക് പോട്ടാ പ്രൊഡ്യൂസറിന്. ഈ ഫ്രാഞ്ചൈസി ഇനി 4ാമത്തെ ഭാഗം എടുത്താൽ ഞാൻ കാണൂല കേട്ടോ. ഞാൻ തിയേറ്ററിൽ പോയി കാണൂല 4ാമത്തെ ഭാഗം. മതി. എപ്പോഴെങ്കിലും OTT എന്തായാലും ആമസോണിൽ നിങ്ങൾ വിൽക്കും 4ാമത്തെ ഭാഗം എടുത്തിട്ടും.
ഞാൻ OTT കണ്ടോളാം. എനിക്ക് അതിൻ്റെ അങ്ങനെ കാണാനുള്ളത് ഫീലുള്ളൂ. സോറി, ഞാൻ കാണൂല. 4ാമത്തെ ഭാഗം റിലീസ് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഇറക്കിക്കഴിഞ്ഞാൽ ഐ വിൽ വാച്ച് ഇറ്റ് ഇൻ OTT. എനിക്ക് വയ്യ. ഞാൻ മറ്റേ വിജയുടെ കേസ് പറഞ്ഞോളൂ. എൻ്റെ മനസ്സിൽ വിജയുടെ ഏറ്റവും അവസാനത്തെ പടം ലിയോ ആണ്. ഞാൻ അതിൽ നിന്നോളാം. അതേപോലെയാണ് എനിക്ക് ദൃശ്യത്തിൻ്റെ ഏറ്റവും നൈസായിട്ട് തോന്നിയത് 1ഉം 2ഉം ആണ്. ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. മനസ്സിലായില്ലേ? അതാണ് എനിക്ക് ദൃശ്യം 3 സ്പോയിലറിനെ പറ്റി പറയാനുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെയുള്ള സിനിമ വെച്ച് ലിങ്ക് ചെയ്യണമെങ്കിൽ കുറേ പറയാനുണ്ട്. ഇയാളെ മറ്റേ ഈ മനുഷ്യനുണ്ടല്ലോ, വാച്ചർ മനുഷ്യൻ, അങ്ങേരാണ് മറ്റേ കല്യാണം മുടങ്ങണത്. അങ്ങേര് നേരെ വണ്ണം നോക്കിയില്ല എന്ന്. ഇയാളെ റൈറ്റ് ഹാൻഡ് എന്തോ ആണ്, ലാലേട്ടൻ്റെ റൈറ്റ് ഹാൻഡാണ്, ജോർജ് കുട്ടിയുടെ റൈറ്റ് ഹാൻഡാണ് ഈ മനുഷ്യൻ ഈ പടത്തിൽ. എന്നിട്ട് പറഞ്ഞ് അങ്ങേരെ നേരെ വണ്ണം ഞാൻ നോക്കിയില്ല എന്ന്. അതുമല്ല, വാച്ചർ 2ാമത്തെ പാർട്ടിൽ ഒരുപാടുണ്ടടേ. അതുകൊണ്ട് എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഞാൻ പറയാം, എനിക്ക് നിങ്ങൾക്കും പറയാനുള്ളത്, ഈ വന്നിരുന്നിട്ട് കമൻ്റ് അടിക്കണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കാശ് മുടക്കിയ ഏതോ ഒരു പടത്തിന് ഞാൻ വന്ന് കുറ്റം പറയണ പോലെയാണ്. അതായത് നിങ്ങളെല്ലാവരും പ്രൊഡ്യൂസറിൻ്റെ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? എനിക്ക് ചിരി പറഞ്ഞതാണ്. എനിക്ക് സിനിമയുടെ കേസിൽ നമ്മളെയൊക്കെ വന്ന് ചീത്ത വിളിക്കുമ്പോൾ എനിക്ക് ചിരി വരുന്ന കേസ് അതാണ്. പ്രൊഡ്യൂസർ വന്ന് ചീത്ത വിളിക്കുന്നതോ ആ സിനിമയിൽ അഭിനയിച്ചവരോ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ഒക്കെ വന്ന് അവരുടെ രോഷം പങ്കുവെക്കുന്നത് ഐ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ അങ്ങോട്ട് കാശ് മുടക്കി പോയി ഒരു സിനിമ കണ്ടിട്ട് അത് നിങ്ങൾക്കിഷ്ടപ്പെടുകയും വേറൊരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവനെ വന്ന് ചീത്ത വിളിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ ലോജിക്കേ കോമഡിയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന പ്രൊഡ്യൂസറിൻ്റെ കമ്പനിയിൽ ഷെയർ ഹോൾഡിംഗ് ഉള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, ദർ ഇസ് എ റീസൺ. സാധാരണക്കാർക്ക് എന്താടാ പ്രശ്നം? നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെടാത്ത, അതാണോ പ്രശ്നം? എന്നാൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തിനാണെന്നൊരു ലിസ്റ്റ് എഴുതി തന്നു കഴിഞ്ഞാൽ ഞാനത് ഇഷ്ടപ്പെടാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്ന് എന്നെ അങ്ങ് മാറ്റി നിർത്തണം. വല്ല അടിമയെന്നോ മെഷീനെന്നോ അങ്ങനെ വല്ലതൊക്കെ പേരിടണം കേട്ടോ. അതെനിക്ക് ഇവിടെ പറയാനുള്ളത്. നിങ്ങളെപ്പോലെ ഒരു ഇൻഡിവിജ്വലാണ് ഞാനും. യു അണ്ടർസ്റ്റാൻഡ് ദ പോയിൻറ്റ്? നിങ്ങളെപ്പോലെ നിങ്ങളുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളൊക്കെ ഉള്ള പോലെ ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ എൻ്റെ കാര്യം ചെയ്തോട്ടടേ, അത്രയും ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ എപ്പോഴും ആലോചിക്കും. ഇപ്പം ഞാൻ ഇപ്പം ചില മതപരമായിട്ടുള്ള കാര്യം, ഈ പൊളിറ്റിക്സൊക്കെ പറയുന്ന സമയത്ത് വരുന്ന ബാക്ക്ലാഷസ് ഉണ്ട്. ഓക്കെ, അത് കയ്യിൽ നിന്ന് വരുന്ന അബദ്ധങ്ങളാണ്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്ഷമ പറയേണ്ടടുത്ത് ക്ഷമ പറയണം. ഇതൊക്കെ എന്തോന്നു, നിനക്ക് തിരിച്ച് ഇഷ്ടപ്പെട്ടില്ലേ, അതെന്ത് ഇഷ്ടപ്പെടാത്ത, നീ മറ്റേ കൂതറ പടങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വരുത്തനാണല്ലോ എന്ന് എന്നെ അങ്ങനെ അങ്ങ് ജഡ്ജ് ചെയ്ത് വിലയിരുത്തുക, അവിടെ പിടിച്ചങ്ങ് ഇരുത്തുക. ക്യാ ഹേ ഭായി യേ മുझे नहीं പത്ത. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഞാൻ നിങ്ങൾ ഒന്ന് ആലോചിക്കുകയാണ്. ഞാൻ ഓരോരോ എനിക്ക് വരുന്ന കമൻസ് മൊത്തം എഴുതി വെച്ചിട്ട്, അത്ര വലിയ സൈക്കോന്നും ആവാൻ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. എഴുതിയൊക്കെ വെച്ച് കമൻറ്റ് ബൈ കമൻറ്റ് ഞാൻ ഒരു വീഡിയോ എടുത്ത്, എടാ മറ്റവനെ എന്ന് പറഞ്ഞ് ഞാൻ ഓരോരുത്തരും വിളിച്ച് തള്ളയ്ക്ക് വിളിക്കുന്ന സീൻ ആലോചിക്കുകയാണ്. എന്തൊരു വിറ്റായിരിക്കും അത്. നിങ്ങളെന്ന് ആലോചിക്കുകയാണ്. എടാ, ഒരു സിനിമയടാ, ഒരു ഫിക്ഷണൽ സ്റ്റോറി. പണ്ട് നമ്മളെ കാലത്ത് നമ്മുടെ മുത്തശ്ശി പറഞ്ഞു തരുന്ന കഥ പോലത്തെ ഒരു സാധനം, വിഷ്വൽ റെപ്രസെൻറ്റേഷൻ. ആർ യു ഗെറ്റിംഗ് എൻ്റർടൈൻഡ് ഓർ നോട്ട്? ഡൺ. ആർ യു ആസ് എൻ ഇൻഡിവിജ്വൽ. നിങ്ങളൊരു 5 പേരുള്ള കുടുംബം, ആ 5 പേര് ഒരേപോലെ തന്നെ ആ സിനിമ ഇഷ്ടപ്പെടണമെന്ന് യാതൊരു കാര്യവുമില്ല. ആ 5 പേരും ഇൻഡിവിജ്വൽസാണ്. ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും പടം ഇഷ്ടപ്പെടാം, മക്കൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. മക്കൾക്ക് ഇഷ്ടപ്പെടാം, അച്ഛന്മാർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. അമ്മയ്ക്ക് ഇഷ്ടപ്പെടാം, ബാക്കിയുള്ളവർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്ന് പറഞ്ഞ് അവിടെ കുടുംബകലഹം ഉണ്ടാകൂടെ? ഉണ്ടാകൂ? ഇല്ലല്ലോ. ഇനിയെങ്കിലും പറയണമെന്നും മനസ്സിലാക്കടേ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വീഡിയോ സിനിമ കണ്ടിട്ട് വന്ന് കണ്ടോ, എന്നിട്ട് താഴെ വന്ന് പറ, ചേട്ടാ ഇഷ്ടപ്പെട്ടില്ലേ, ചേട്ടാ നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇതൊക്കെയാണ് അതിൻ്റെ ഘടകങ്ങൾ. ഡൺ.
പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഇരിക്കണവരെയൊക്കെ എടുത്തിട്ട് വിളിയോടെ വിളിയാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. മനസ്സിലായി?